ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഔറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കുക, നല്ല മഴയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞ് പിള്ളേർക്ക് സ്കൂൾ അവധിയാണ്. കോട്ടയം ജില്ലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടികൾക്കും എല്ലാം അവധിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ദിവസം ഇന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണുവാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഒറവയ്ക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 8.5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഔറോൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ധാരാളം മുറ്റമൊക്കെ ഉണ്ട്. 500 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ഒറവയ്ക്കൽ പാമ്പാടി റോഡാണ്. വീട് ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമായി തന്നെ നല്ല കളറൊക്കെ ചെയ്ത് നല്ല ഒരു മുറ്റമൊക്കെ 2-3 വണ്ടികളൊക്കെ സുഖമായിട്ട് കഴുകി കിടക്കാവുന്ന രീതിയിൽ ഉള്ള മുറ്റമാണ്. 2 കിലോമീറ്റർ മാത്രമാണ് ഒറവയ്ക്കൽ ജംഗ്ഷനോട്ടുള്ള ദൂരം. നമ്മൾ വീടിൻ്റെ സൈഡ് വഴി വന്ന് കയറി വന്നിട്ട് വലതുവശത്തൂടെ വന്ന് ആ ഒരു സൈഡൊക്കെ നിങ്ങൾ ബൗണ്ടറി എല്ലാം കറക്റ്റായിട്ടാണ്. സൈഡ് വഴി ഒരു 2-3 പേർക്ക് സുഖമായിട്ട് നടന്ന് പുറകിലും അതുപോലെ തന്നെ ധാരാളം സ്ഥലമൊക്കെ ഉണ്ട്. ഒരു ചെറിയ പച്ചക്കറി തോട്ടത്തിനൊക്കെയുള്ള സ്ഥലമൊക്കെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ കൊടുക്കാവുന്നതാണ്. വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. 6 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനോട്ടുള്ള ദൂരം. മണർകാടിനെ പറ്റിയൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ കൂടുതലും വീഡിയോ മണർകാടിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് വരുന്നത്. ഇതാണ് അടുക്കള വശം. നമ്മൾ അടുക്കള വശത്തൂടെ നേരെ വീടിൻ്റെ മുൻവശത്തായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. കിണറെന്ന് പറയുന്നത് കുഴൽക്കിണറാണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ്. വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു ചെടി, എനിക്ക് മൈലാഞ്ചിയാണെന്ന് തോന്നുന്നു, അത് നല്ല ഒരു ഭംഗി ആ ഒരു ഫ്രണ്ട് വശത്ത് നിൽക്കുന്നത് നൽകുന്നുണ്ട്. ഇതാണ് വീടിൻ്റെ നമ്മുടെ മെയിൻ ഡോർ തുറന്നു വരുമ്പം കാണുന്ന മെയിൻ ഹോള്. നല്ല വിശാലമായൊരു ഹോള് തന്നെയാണ്. ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ ആണ്. വളരെ ഏരിയ നമുക്ക് ആ ഒരു ലിവിങ് കം ഡൈനിങ്ങിന് ലഭിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമുക്ക് കിച്ചൻ്റെ ആ ഒരു ഭംഗിയിൽ നിന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. എല്ലാ കബോർഡ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു കിച്ചൺ തന്നെയാണ്. 12 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം. അതുപോലെ പാമ്പാടി ടൗണും മണർകാട് ടൗണുമാണ് പ്രധാനമായ 2 ടൗണുകൾ. മണർകാട്ടിലേക്ക് 6 കിലോമീറ്ററും പാമ്പാടിക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നമ്മൾ രണ്ടാമത്തെ കിച്ചണിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അടുപ്പ് വെക്കണമെങ്കിൽ പുകയില്ലാത്ത അടുപ്പിനുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെയും നമ്മൾ കബോർഡ് വർക്കുകൾ താഴെയും മുകളിലും എല്ലാം ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് ദർശനം. നല്ലൊരു ദർശനമുള്ള ഒരു വീട് തന്നെയാണ്. ഡോറുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ഡോറുകളാണ്. വളരെ ഭംഗിയോടുകൂടി തന്നെ അകത്തെ ഡോറുകൾ, ഫ്രണ്ട് ഡോറ് തേക്കുംതടി തീർത്ത ഡോറാണ്. ഇതാണ് ഫസ്റ്റ് റൂം. ധാരാളം വെളിച്ചം ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് റൂമിൽ ലഭിക്കുന്നുണ്ട്. 3 പാളിയുടെ ജനലുകൾ 2 എണ്ണം 2 സൈഡിലുമായിട്ടും നൽകിയിട്ടുണ്ട്. ബാത്റൂമൊക്കെ വ്യത്യസ്തമായ ടൈൽ ഉപയോഗിച്ച് തന്നെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ 3 പാളിയുടെ 2 സൈഡിലായിട്ട് ജനൽ കൊടുത്തേക്കുന്നുണ്ട്. വെളിച്ചം ധാരാളമായി നൽകുന്നുണ്ട്. ഇവിടെ വ്യത്യസ്തമായ കളറോട് കൂടിയ ഒരു ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന പ്ലംബിങ്, ഇലക്ട്രിക്കൽ, മറ്റ് എല്ലാ മെറ്റീരിയലുകളും നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമിനോടൊപ്പം തന്നെ ഒരു ബെഡ്റൂമാണ്. ആ ബാത്റൂം നമുക്ക്
കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഈ റൂമിന് ബാത്റൂമായിട്ടും ടോയ്ലറ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് സ്റ്റെയർ കേസ് കയറി ഒന്ന് മുകളിലോട്ട് പോകാം. നല്ല മനോഹരമായ നല്ല വിശാലമായ ഒരു സ്റ്റെയർ കേസാണ് അവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഒരു 3 പാളിയുടെ ജനാല ആ ഒരു സ്റ്റെയർ കേസിൽ അവിടെ കൊടുത്തേക്കുന്നുണ്ട്. നല്ല വെളിച്ചം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ആ ഭാഗത്തേക്കും നൽകുന്നുണ്ട്. ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല, കാരണം അവിടെ നല്ല രീതിയിൽ വെള്ളം വീണ് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്നില്ലെങ്കിലും തെന്നാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മുകളിൽ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ട് അധികം ഇറങ്ങാൻ നിന്നില്ല. സ്റ്റെയർ കേസിൻ്റെ മുകൾ വശം ചെയ്തിരിക്കുന്നത് അവിടെ ആ 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ്. അപ്പം ആ ഒരു ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ലഭിച്ചു കാണും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. വില വിവരങ്ങളൊക്കെ ക്യാപ്ഷനിലും തമ്പനെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീട് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.